നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. +2 തുല്യത 2024 പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനമാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഉത്തരങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ കൂടി പറയുവാൻ ശ്രമിക്കുന്നുണ്ട്. അത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ചോദ്യപേപ്പർ നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. ഇത് ഭാഗം 1 ഏകകക്ഷി മേധാവിത്വം എന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. പേജ് നമ്പർ 38 മുതൽ 43 വരെ നോക്കുക. അതിലെ കുറച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രമുഖ നേതാക്കളുടെയും പേരുകളുമാണ് ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത്. അതൊന്ന് നോക്കാം. 2 കോളങ്ങളായിട്ടാണ് തന്നിരിക്കുന്നത്. കോളം എയിൽ ആചാര്യ നരേന്ദ്രദേവ്, AK ഗോപാലൻ, ദീൻദയാൽ ഉപാധ്യായ, C രാജഗോപാലാചാരി എന്നീ പേരുകളാണ് തന്നിരിക്കുന്നത്. കോളം ബിയിൽ ഭാരതീയ ജനസംഘം, സ്വതന്ത്ര പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പേരുകളുമാണ് തന്നിരിക്കുന്നത്. ഇനി അവയൊന്ന് ക്രമപ്പെടുത്തി നോക്കാം. ഒന്നാമതായി ആചാര്യ നരേന്ദ്രദേവ്. ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം ഉത്തർപ്രദേശിൽ ജനിച്ച ഒരു പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ബുദ്ധമത പണ്ഡിതനുമായിരുന്നു. കൂടാതെ 1934 അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ആചാര്യ നരേന്ദ്രദേവിന്റെ അധ്യക്ഷതയിലാണ് 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ആചാര്യ നരേന്ദ്രദേവ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്നെഴുതുക. അതിന്റെ സ്ഥാപക നേതാവാണ് ആചാര്യ നരേന്ദ്രദേവ്. അടുത്തത് AK ഗോപാലൻ. AK ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. AK ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളീയർക്ക് പ്രത്യേക പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു രാഷ്ട്രീയ നേതാവാണ് AKG എന്ന AK ഗോപാലൻ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം പൊതുജീവിതം ആരംഭിച്ചത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം 1939 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. 1952 മുതൽ അദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു. ഏറെക്കാലം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുമായിരുന്നു. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ ആദരവ് പിടിച്ചുപറ്റിയ ഒരു നേതാവ് കൂടിയാണ് AK ഗോപാലൻ. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ അദ്ദേഹം CPM പക്ഷത്ത് നിലകൊണ്ടു. അപ്പോൾ AK ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അടുത്തത് ദീൻദയാൽ ഉപാധ്യായ. ദീൻദയാൽ ഉപാധ്യായ ഭാരതീയ ജനസംഘം. ദീൻദയാൽ ഉപാധ്യായ ഭാരതീയ ജനസംഘം. 1951 ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി പ്രസിഡന്റായി രൂപീകൃതമായ ഭാരതീയ ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവ് കൂടിയാണ് ദീൻദയാൽ ഉപാധ്യായ. അപ്പോൾ 1951 ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി പ്രസിഡന്റായാണ് ഭാരതീയ ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായത്. അതിന്റെ മറ്റൊരു സ്ഥാപക നേതാവ് കൂടിയാണ് ദീൻദയാൽ ഉപാധ്യായ. അദ്ദേഹത്തെ കൂടാതെ മറ്റൊരു പ്രമുഖ നേതാവാണ് ബൽരാജ് മധോക്. ബൽരാജ് മധോക്. ഭാരതീയ ജനസംഘവുമായി കണക്ട് ചെയ്ത് ഈ 3 പേരുകളും കൂടി പഠിച്ചു വെക്കുക. ദീൻദയാൽ ഉപാധ്യായ, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി, ബൽരാജ് മധോക്. അടുത്തത് C രാജഗോപാലാചാരി. അടുത്തത് C രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി. C രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി. അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്നു. അതുപോലെ ഗാന്ധിജിയുടെ ഉറ്റ സഹചാരിയുമായിരുന്നു. 1959 C രാജഗോപാലാചാരി, KM മുൻഷി, NG രംഗ, മിനു മസാനി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത്. അപ്പോൾ 1959 C രാജഗോപാലാചാരി, KM മുൻഷി, NG രംഗ, മിനു മസാനി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വതന്ത്ര പാർട്ടി രൂപീകരിച്ചത്. ഭാരത സർക്കാർ ഭാരതരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ ആദ്യമായി ലഭിച്ച വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് C രാജഗോപാലാചാരി. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറൽ എന്ന ബഹുമതിക്ക് അർഹൻ കൂടിയാണ് C രാജഗോപാലാചാരി. അപ്പോൾ C രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. ഗരീബി ഹട്ടാവോ എന്നത് ആരുടെ മുദ്രാവാക്യമാണ് എന്നതാണ് ചോദ്യം. ഗരീബി ഹട്ടാവോ എന്നത് ആരുടെ മുദ്രാവാക്യമാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, നെഹ്റു, ഗാന്ധിജി. ഓപ്ഷൻസ് ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി. ഇവരിൽ ആരുടെ മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇന്ദിരാഗാന്ധി. ഉത്തരം ഇന്ദിരാഗാന്ധി. ഇത് ഭാഗം 1 പേജ് നമ്പർ 101 നോക്കി മനസ്സിലാക്കുക.
ഗരീബി ഹട്ടാവോ എന്ന് വെച്ചാൽ പട്ടിണി മാറ്റുക എന്ന മുദ്രാവാക്യവുമായാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് 1971 തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അപ്പോൾ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യവുമായാണ് 1971 തെരഞ്ഞെടുപ്പിനെ ഇന്ദിരാഗാന്ധി അഭിമുഖീകരിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷത്തിലൂടെ അധികാരത്തിലെത്താൻ സാധിച്ചു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി. മൂന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പേരുകൾ വെച്ച് കോളങ്ങൾ പൂർത്തിയാക്കുക. തന്നിരിക്കുന്ന പേരുകൾ നാസർ, ടീറ്റോ എന്നിവയാണ്. ഇത് ഭാഗം 2 പേജ് നമ്പർ 15 ഉള്ളത്. ഒന്നാമത്തെ കോളത്തിൽ യുഗോസ്ലാവിയ എന്നതിനു താഴെ ടീറ്റോ എന്നും രണ്ടാമത്തെ കോളത്തിൽ ഈജിപ്റ്റ് എന്നതിന് താഴെ നാസർ എന്നെഴുതുക. ഒന്നാമത്തെ കോളത്തിൽ യുഗോസ്ലാവിയ എന്നതിന് താഴെ ടീറ്റോ എന്നും രണ്ടാമത്തെ കോളത്തിൽ ഈജിപ്റ്റ് എന്നതിന് താഴെ നാസർ എന്നും എഴുതുക. ഇത് ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ഉയർന്നു വന്ന ആശയമാണ് ചേരിചേരാ നയം. അപ്പോൾ മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി ഉയർന്നു വന്ന ആശയമാണ് ചേരിചേരാ നയം. ഈ ചേരിചേരാ നയത്തിൽ അധിഷ്ഠിതമായി പുതിയതായി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച രാജ്യങ്ങൾ തങ്ങൾ പൊരുതുനേറിയ സ്വാതന്ത്ര്യം നിലനിർത്തണമെന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ചതാണ് ചേരിചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, NAM എന്ന ചുരുക്കപ്പേരിലും പറയാം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പ്രധാന സ്ഥാപക നേതാക്കളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, യൂഗോസ്ലാവിയൻ പ്രസിഡന്റ് ജോസിഫ് ബ്രാസ് ടീറ്റോ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ, ഘാനയിലെ കാമെ എൻക്രൂമ, ഇന്തോനേഷ്യയിലെ സുകർണോ എന്നിവരാണ് ചേരിചേരാ പ്രസ്ഥാന രൂപീകരണത്തിന് പ്രധാനമായും പങ്കുവഹിച്ചവർ. 1961 യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ഈ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ ചോദ്യം, ക്യൂബൻ മിസൈൽ പ്രതിസന്ധി സമയത്ത് സോവിയറ്റ് യൂണിയനിലെയും അമേരിക്കയിലെയും പ്രസിഡന്റുമാരുടെ പേരുകൾ എഴുതുക. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി സമയത്ത് സോവിയറ്റ് യൂണിയനിലെയും അമേരിക്കയിലെയും പ്രസിഡന്റുമാരുടെ പേരുകൾ എഴുതുക. ഓപ്ഷൻസ്: കാസ്ട്രോ, കെന്നഡി, ചെഗുവേര, ക്രൂഷ്ചേവ്. ഉത്തരം: സോവിയറ്റ് യൂണിയൻ, ക്രൂഷ്ചേവ്, അമേരിക്ക, കെന്നഡി. സോവിയറ്റ് യൂണിയൻ, ക്രൂഷ്ചേവ്, അമേരിക്ക, കെന്നഡി. ഇത് ഭാഗം 2 പേജ് നമ്പർ 10 നോക്കി മനസ്സിലാക്കുക. ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയിരുന്ന അമേരിക്കയിൽ നിന്ന് ഏതു സമയത്തും ഒരു അട്ടിമറി ഭീഷണി ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ക്യൂബയ്ക്ക് നേരെ ഉണ്ടാകുമെന്ന് USSR ഭയപ്പെട്ടിരുന്നു. തങ്ങളുടെ സഖ്യരാഷ്ട്രമായിരുന്ന ക്യൂബയെ സംരക്ഷിക്കുന്നതിനും മേഖലയിൽ സോവിയറ്റ് സാന്നിധ്യം ഉറപ്പാക്കുന്നതിനും USSR പ്രസിഡന്റായിരുന്ന നിക്കീറ്റ ക്രൂഷ്ചേവ് തീരുമാനിച്ചു. ഈ ലക്ഷ്യത്തോടെ 1962 ക്യൂബയിൽ USSR ആണവ മിസൈലുകൾ സ്ഥാപിച്ചു. അപ്പോൾ 1962 ക്യൂബയിൽ ആണവ മിസൈലുകൾ USSR സ്ഥാപിക്കുന്നത്. എന്നാൽ രാജ്യം ആണവായുധ ഭീഷണിയിലാണെന്ന് അമേരിക്ക അറിയുന്നത് ആഴ്ചകൾക്ക് ശേഷമാണ്. അതേ തുടർന്ന് ക്യൂബയിലേക്ക് വരുന്ന സോവിയറ്റ് കപ്പലുകളെ തടയാൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡി ഉത്തരവിട്ടു. ഒപ്പം ക്യൂബയിൽ നിന്നും മിസൈലുകൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ലോക യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന് ആശങ്കയുണ്ടാക്കിയ ഈ സംഭവമാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ശീതസമര കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ സൈനിക സഖ്യം ഏതെന്ന് എഴുതുക. ശീതസമര കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ നേതൃത്വം നൽകിയ സൈനിക സഖ്യം ഏതെന്ന് എഴുതുക. ഉത്തരം: വാർസോ പാക്ട് അഥവാ വാഴ്സാ ഉടമ്പടി. ഉത്തരം: വാർസോ പാക്ട് അഥവാ വാഴ്സാ ഉടമ്പടി. ഇത് ഭാഗം 2 പേജ് നമ്പർ 13 ഉള്ളത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ എന്ന സൈനിക സഖ്യത്തിന് ബദലായി 1955 സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സൈനിക സഖ്യമാണ് വാർസോ പാക്ട്. അപ്പോൾ നാറ്റോയുടെ സൈനിക സഖ്യത്തിന് ബദലായി 1955 സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സൈനിക സഖ്യമാണ് വാർസോ പാക്ട് അഥവാ വാഴ്സാ ഉടമ്പടി. നാറ്റോയുടെ സൈനിക നടപടികളെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ നാറ്റോയുടെ സൈനിക നടപടികളെ പ്രതിരോധിക്കുന്നതിനായി സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ 1955 രൂപീകരിച്ച സൈനിക സഖ്യമാണ് വാർസോ പാക്ട് അഥവാ വാഴ്സാ ഉടമ്പടി. നാറ്റോ എന്നതിന്റെ പൂർണ്ണരൂപം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത മറ്റു ചില സൈനിക സഖ്യങ്ങൾ കൂടി നോക്കാം. സീറ്റോ, സെന്റോ എന്നിവയാണ്. സീറ്റോ എന്നാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നും സെന്റോ എന്നാൽ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നുമാണ്. അടുത്തത് ആറാമത്തെ ചോദ്യം കോളങ്ങൾ പൂർത്തിയാക്കുവാനാണ്.
ഇത് ഭാഗം 2 പേജ് നമ്പർ 42 മുതലുള്ള പേജുകൾ നോക്കുക. കോളത്തിൽ ഒന്നാമതായി തന്നിരിക്കുന്നത് സുഡാനിൽ മിസൈൽ ആക്രമണം. സുഡാനിൽ മിസൈൽ ആക്രമണം ഇത് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. സുഡാനിൽ മിസൈൽ ആക്രമണം ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അത് ചോദ്യപേപ്പറിൽ തന്നിട്ടുണ്ട്. അതുപോലെ കോളത്തിൽ രണ്ടാമത് തന്നിരിക്കുന്നത് ഒന്നാം ഗൾഫ് യുദ്ധമാണ്. ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാം ഗൾഫ് യുദ്ധം ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമതായി തന്നിരിക്കുന്നത് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്നാണ് അറിയപ്പെടുന്നത്. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്നാണ് അറിയപ്പെടുന്നത്. ഏഴാമത്തെ ചോദ്യം പൂർണ്ണരൂപം എഴുതുക. ഏഴാമത്തെ ചോദ്യം പൂർണ്ണരൂപം എഴുതുവാനാണ്. ഇത് ഭാഗം 2 55 മുതലുള്ള പേജുകൾ നോക്കുക. പൂർണ്ണരൂപം എഴുതുവാൻ തന്നിരിക്കുന്നത് WHO, ആസിയാൻ, EU എന്നിവയാണ്. ഇവയുടെ പൂർണ്ണരൂപം നോക്കാം. WHO എന്നാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ്. WHO എന്നാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന. അടുത്തത് ആസിയാൻ ആണ്. ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് ആസിയാന്റെ പൂർണ്ണരൂപം. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, തെക്കുകിഴക്ക് ഏഷ്യൻ രാജ്യങ്ങളുടെ സംഘടന. അടുത്തത് EU എന്നാണ്. EU എന്നാൽ യൂറോപ്യൻ യൂണിയൻ എന്നാണ്. EU എന്നാൽ യൂറോപ്യൻ യൂണിയൻ എന്നാണ്. ഇതാണ് ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്നതിന്റെ പൂർണ്ണരൂപങ്ങൾ. അതുപോലെ WTO, EEC എന്നിവയുടെ പൂർണ്ണരൂപം കൂടി നോക്കാം. WTO എന്നാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. WTO എന്നാൽ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര വാണിജ്യ സംഘടന WTO. അടുത്തത് EEC എന്നാൽ യൂറോപ്യൻ എക്കോണമിക് കമ്മ്യൂണിറ്റി എന്നാണ്. EEC എന്നാൽ യൂറോപ്യൻ എക്കോണമിക് കമ്മ്യൂണിറ്റി എന്നാണ്, യൂറോപ്യൻ സാമ്പത്തിക സമൂഹം. ഇതും കൂടി മനസ്സിലാക്കി വെക്കുക. എട്ടാമത്തെ ചോദ്യം ചാർട്ട് പൂർത്തിയാക്കുക. എട്ടാമത്തെ ചോദ്യം ചാർട്ട് പൂർത്തിയാക്കുവാനാണ്. ഇത് ഭാഗം 2 പേജ് നമ്പർ 102 മുതൽ നോക്കുക. സുരക്ഷയുടെ പാരമ്പര്യേതര ഘടകങ്ങളിലൊന്നായ ആഗോള സുരക്ഷ ചോദ്യപേപ്പറിൽ തന്നിട്ടുണ്ട്. അടുത്തത് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ സുരക്ഷയുടെ പാരമ്പര്യേതര വീക്ഷണത്തിന്റെ മറ്റൊന്ന് മാനവ സുരക്ഷയാണ്. സുരക്ഷയുടെ പാരമ്പര്യേതര വീക്ഷണത്തിന്റെ മറ്റൊന്ന് മാനവ സുരക്ഷയാണ്. അപ്പോൾ സുരക്ഷയുടെ പാരമ്പര്യേതര വീക്ഷണത്തിന്റെ 2 ഘടകങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആഗോള സുരക്ഷ, മാനവ സുരക്ഷ എന്നിവയാണ്. അപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം മാനവ സുരക്ഷ എന്നാണ്. ഈ ചാർട്ട് ഇതുപോലെ തന്നെ 114 പേജിൽ നൽകിയിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. 9ാമത്തെ ചോദ്യം 1992 ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാണ്? 1992 ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഓപ്ഷൻസ്: വാഷിംഗ്ടൺ, റിയോ ഡി ജനീറോ, സാന്റിയാഗോ, ബ്യൂണസ് ഐറിസ്. ഉത്തരം റിയോ ഡി ജനീറോ. ഉത്തരം റിയോ ഡി ജനീറോ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചാണ് 1992 ഭൗമ ഉച്ചകോടി നടന്നത്. ഭാഗം 2 പേജ് നമ്പർ 119 നോക്കുക. ഈ ഭൗമ ഉച്ചകോടി എന്താണെന്ന് നമുക്ക് നോക്കാം. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന പരിസ്ഥിതി വികസനം എന്ന വിഷയം ചർച്ച ചെയ്ത UN സമ്മേളനമാണ് ഭൗമ ഉച്ചകോടി എന്ന് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന പരിസ്ഥിതി വികസനം എന്ന വിഷയം ചർച്ച ചെയ്ത UN സമ്മേളനമാണ് ഭൗമ ഉച്ചകോടി എന്ന് പറയുന്നത്. ഈ റിയോ ഉച്ചകോടി രൂപം നൽകിയ പ്രധാന കരാറുകളും നമുക്ക് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യം, വനം എന്നിവയെ സംബന്ധിച്ച കരാറുകൾക്ക് രൂപം നൽകി. കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യം, വനം എന്നിവയെ സംബന്ധിച്ച കരാറുകൾക്ക് രൂപം നൽകി. അജണ്ട 21 എന്ന പേരിൽ ഒരു വികസന സമീപനത്തിന് രൂപം നൽകി. അജണ്ട 21 എന്ന പേരിൽ ഒരു വികസന സമീപനത്തിന് രൂപം നൽകി. വികസനത്തെ സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് സുസ്ഥിര വികസനം എന്നറിയപ്പെട്ടു. വികസനത്തെ സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നറിയപ്പെട്ടു. 10ാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പേരുകൾ വെച്ച് കോളങ്ങൾ പൂരിപ്പിക്കുക. താഴെ തന്നിരിക്കുന്ന പേരുകൾ വെച്ച് കോളങ്ങൾ പൂരിപ്പിക്കുവാനാണ് തന്നിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന പേരുകൾ: സുന്ദർലാൽ ബഹുഗുണ, മേധാ പട്കർ. സുന്ദർലാൽ ബഹുഗുണ, മേധാ പട്കർ. കോളത്തിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ, ചിപ്കോ മൂവ്മെന്റ് എന്നിങ്ങനെ തന്നിട്ടുണ്ട്. നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ മേധാ പട്കർ ആണ്. വൻ വികസന പദ്ധതികൾ മൂലം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പുനരധിവാസം ഉന്നയിച്ചുകൊണ്ടും പ്രകൃതി സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ടും രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് മേധാ പട്കർ ആണ്.
ചിപ്കോ മൂവ്മെന്റ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ മൂവ്മെന്റ് സുന്ദർലാൽ ബഹുഗുണ. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ ശ്രദ്ധേയവും ആദ്യത്തേതുമാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ, ചണ്ഡി പ്രസാദ് ഭട്ട് എന്നിവരാണ്. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സുന്ദർലാൽ ബഹുഗുണ, ചണ്ഡി പ്രസാദ് ഭട്ട് എന്നിവരാണ്. 11ാമത്തെ ചോദ്യം, മിസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപക നേതാവ് ആര്? മിസോ നാഷണൽ ഫ്രണ്ട് MNFന്റെ സ്ഥാപക നേതാവ് ആര്? ഉത്തരം ലാൽ ഡങ്ക. ഉത്തരം ലാൽ ഡങ്ക. ഭാഗം 1 പേജ് നമ്പർ 156 അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഒന്ന് നോക്കാം. മിസോ നാഷണൽ ഫ്രണ്ടിന്റെ സ്ഥാപക നേതാവ്. 1959 മിസോ കുന്നുകളിലുണ്ടായ ക്ഷാമത്തെ തുടർന്ന് വിപ്ലവകാരിയായി. 2 പതിറ്റാണ്ടോളം ഇന്ത്യക്കെതിരെ സായുധ വിപ്ലവം നടത്തി. 1986 രാജീവ് ഗാന്ധിയുമായി കരാറിൽ ഏർപ്പെട്ട് ഒത്തുതീർപ്പിലെത്തി. പുതുതായി രൂപീകരിച്ച മിസോറാം സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി. അടുത്തത് 12 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. 3 സ്കോർ വീതമാണ്. 12ാമത്തെ ചോദ്യം, ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ വിജയത്തിന്റെ കാരണങ്ങൾ എഴുതുക. ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനുണ്ടായ വിജയത്തിന്റെ കാരണങ്ങൾ എഴുതുക. ഭാഗം 1 പേജ് നമ്പർ 35 നോക്കുക. കോൺഗ്രസിന് വലിയ വിജയം നേടുവാൻ സഹായിച്ച ഘടകങ്ങൾ നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം അവകാശപ്പെടാൻ അർഹതയുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. രാജ്യവ്യാപകവും കെട്ടുറപ്പുള്ളതുമായ ഒരു സംഘടനാ ശൃംഖലയുള്ള പാർട്ടിയും കോൺഗ്രസ് ആയിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ പോലെ പ്രശസ്തരും സമുന്നതരുമായ നേതാക്കൾ കോൺഗ്രസിലുണ്ടായിരുന്നു. ഈ കാരണങ്ങളൊക്കെയും കോൺഗ്രസിന്റെ തുടർച്ചയായുള്ള വിജയത്തിന് വഴിയൊരുക്കി. 13ാമത്തെ ചോദ്യം, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഏതെങ്കിലും 3 പ്രത്യേകതകൾ വിശദീകരിക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഏതെങ്കിലും 3 പ്രത്യേകതകൾ വിശദീകരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 57 നോക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് PC മഹലനോബിസിന്റെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക വിദഗ്ധരാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് PC മഹലനോബിസിന്റെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക വിദഗ്ധരാണ്. സാധ്യമായ എല്ലാ ദിശകളിലും ത്വരിതഗതിയിൽ ഘടനാപരമായ പരിവർത്തനം കൊണ്ടുവരുന്നതിന് രണ്ടാം പദ്ധതി ഊന്നൽ നൽകിയപ്പോൾ സാധ്യമായ എല്ലാ ദിശകളിലും ത്വരിതഗതിയിൽ ഘടനാപരമായ പരിവർത്തനം കൊണ്ടുവരുന്നതിന് രണ്ടാം പദ്ധതി ഊന്നൽ നൽകി. അതുപോലെ രാജ്യത്തിന്റെ വ്യാവസായിക വികസനത്തിന് പ്രാധാന്യം നൽകി. രാജ്യത്തിന്റെ വ്യാവസായിക വികസനത്തിന് പ്രാധാന്യം നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ്. അതുപോലെ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം ലഭിച്ചു. വൈദ്യുതി, റെയിൽവേ, ഇരുമ്പുരുക്ക്, വാർത്താവിനിമയം എന്നീ മേഖലകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകിയപ്പോൾ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം ലഭിച്ചു. വൈദ്യുതി, റെയിൽവേ, ഇരുമ്പുരുക്ക്, വാർത്താവിനിമയം എന്നീ മേഖലകളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകി. ഇവയൊക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതകളാണ്. 14ാമത്തെ ചോദ്യം, ചിപ്കോ പ്രസ്ഥാനം ലഘുവായി വിവരിക്കുക. ചിപ്കോ പ്രസ്ഥാനം ലഘുവായി വിവരിക്കുക. ഭാഗം 1 പേജ് നമ്പർ 123 നോക്കുക. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ ശ്രദ്ധേയവും ആദ്യത്തേതുമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇത് ഉത്തരാഖണ്ഡിലെ ഗ്രാമീണർക്കിടയിലാണ് രൂപീകൃതമായത്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ ശ്രദ്ധേയവും ആദ്യത്തേതുമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇത് ഉത്തരാഖണ്ഡിലെ ഗ്രാമീണർക്കിടയിലാണ് രൂപീകൃതമായത്. ഉത്തരാഖണ്ഡിലെ ഗ്രാമീണർ പൊതുവെ കാടിനെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത്. അവരുടെ കാലികൾക്ക് ആവശ്യമായ പുല്ല്, പാചകം ചെയ്യുന്നതിന് ആവശ്യമായ വിറക്, കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ തടി എന്നിവയെല്ലാം വനങ്ങളിൽ നിന്നാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആഷ് മരങ്ങൾ മുറിക്കുവാനുള്ള അനുമതി ഗ്രാമീണർക്ക് നിരോധിക്കുകയും എന്നാൽ സൈമൺസ് എന്ന സ്പോർട്സ് കമ്പനിക്ക് മരങ്ങൾ മുറിക്കുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തു. ഇതിനെതിരെ ഗ്രാമീണർ സംഘടിക്കുകയും ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തു. സുന്ദർലാൽ ബഹുഗുണ, ചണ്ഡി പ്രസാദ് ഭട്ട് എന്നിവരുടെ നേതൃത്വത്തിൽ ചിപ്കോ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും ചെയ്തു. 15ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഏതെങ്കിലും 3 സുരക്ഷാ തന്ത്രങ്ങൾ എഴുതുക. ഇന്ത്യയുടെ ഏതെങ്കിലും 3 സുരക്ഷാ തന്ത്രങ്ങൾ എഴുതുക. ഭാഗം 2 പേജ് നമ്പർ 108 ഇന്ത്യയുടെ സുരക്ഷാ തന്ത്രത്തിന്റെ 4 ഘടകങ്ങളെ വിവരിക്കുന്ന ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. നോക്കാം. 1. സൈനിക ശേഷി ശക്തിപ്പെടുത്തുക. സൈനിക ശേഷി ശക്തിപ്പെടുത്തുക. അന്താരാഷ്ട്ര നിയമങ്ങളെയും സംഘടനകളെയും ശക്തിപ്പെടുത്തുക. അന്താരാഷ്ട്ര നിയമങ്ങളെയും സംഘടനകളെയും ശക്തിപ്പെടുത്തുക. രാജ്യത്തിനകത്തെ സുരക്ഷാ വെല്ലുവിളിയെ നേരിടുക. രാജ്യത്തിനകത്തെ സുരക്ഷാ വെല്ലുവിളിയെ നേരിടുക. പാരമ്പര്യേതര ഭീഷണികളെ നേരിടുന്നതിന് സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുക. പാരമ്പര്യേതര ഭീഷണികളെ നേരിടുന്നതിന് സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കുക. ഇതിൽ നിന്നും ഏതെങ്കിലും 3 എഴുതിയാൽ മതി.
16ാമത്തെ ചോദ്യം, എന്താണ് ആഗോളവൽക്കരണം? ഏതെങ്കിലും രണ്ട് സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കുക. എന്താണ് ആഗോളവൽക്കരണം? ഏതെങ്കിലും രണ്ട് സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ വിശദീകരിക്കുക. ഭാഗം 2 പേജ് നമ്പർ 131 ആഗോളവൽക്കരണം എന്ന പാഠഭാഗം നോക്കുക. അതിൽ ആഗോളവൽക്കരണത്തിന്റെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും തുടങ്ങി നിരവധി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇനി എന്താണ് ആഗോളവൽക്കരണം എന്ന് നോക്കാം. ആഗോളവൽക്കരണം എന്നാൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ സാമ്പത്തികം, സാംസ്കാരികം, സാങ്കേതികം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പരസ്പരം ബന്ധപ്പെടുന്ന പ്രക്രിയയാണ്. അതുമൂലം ആശയങ്ങൾ, സാധനങ്ങൾ, സേവനങ്ങൾ, മൂലധനം, ജനങ്ങൾ എന്നിവയുടെ തടസ്സമില്ലാത്ത പ്രവാഹം സാധ്യമാകുന്നു. ഇത് ലോകമൊരു ആഗോള ഗ്രാമം പോലെയാകുന്നു എന്ന് തന്നെ പറയാം. ഇനി ആഗോളവൽക്കരണത്തിന്റെ സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ നോക്കാം. ആഗോളവൽക്കരണം സാംസ്കാരിക രംഗത്ത് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 നോക്കാം. ഒന്നാമതായി പാശ്ചാത്യ സംസ്കാരത്തിന്റെ സ്വാധീനമാണ്. പാശ്ചാത്യ സംസ്കാരം മൂലം സ്വദേശീയ സംസ്കാരങ്ങൾക്ക് മങ്ങലേൽക്കുന്നു. വിദേശ രാജ്യങ്ങളുടെ ഭാഷ, ഫാഷൻ, സംഗീതം മുതലായവ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. അതുമൂലം നമ്മുടെ തദ്ദേശീയ ഭാഷകൾ, ആചാരങ്ങൾ, പാരമ്പര്യ കലാരൂപങ്ങൾ എന്നിവ മങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. രണ്ടാമതായി ജീവനശൈലി മാറ്റമാണ്. ഇതുമൂലം പാശ്ചാത്യ ജീവിതശൈലിക്ക് പ്രാധാന്യം കൂടുന്നുണ്ട്. ബർഗർ തുടങ്ങിയ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കൽ, ജീൻസ് തുടങ്ങിയ വിദേശ വസ്ത്രങ്ങൾ ധരിക്കൽ എന്നിവ മൂലം തദ്ദേശീയമായ ഭക്ഷണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും ആവശ്യകത കുറയുന്നുണ്ട്. ഇവയൊക്കെ സാംസ്കാരിക പ്രത്യാഘാതത്തിന്റെ ഭാഗങ്ങളാണ്. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. 17 മുതലുള്ള ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തി 2ാം ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനലിലുള്ള ക്ലാസുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.